ഹേ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ മൂത്ത സന്തതിനെ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. അവൻ ആൾക്കാരുടെ മുമ്പിൽ ഇൻവേർട്ടർ ആയതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആരും ഇവനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവൻ്റെ ഈ പനങ്കൊല പോലെ കിടക്കുന്ന കാർക്കൂന്തൽ എൻ്റെ അമ്മ വെട്ടി ഒതുക്കാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് സലൂണിൽ വന്നിരിക്കുക. ആ ടൈമിൽ അതിൻ്റെ ബാക്കിൽ കാണുന്ന കുറച്ച് പിക്ചേഴ്സൊക്കെ ഇല്ല, അത് കണ്ടപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ അവൻ്റെ തന്നെ ഇൻസ്റ്റയിലെ കുറേ സ്റ്റോറീസ് ഹൈലൈറ്റിൽ വെച്ച് തന്നെ എടുത്ത് കാണിക്കുക. ഇതൊക്കെ എന്ത് സൗന്ദര്യം, ഇതാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഫോട്ടോ തന്നെ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വന്നപ്പോൾ 2 ആൾക്കാരുണ്ടായിരുന്നു. ലാസ്റ്റ് അവൻ്റെ ടേണായി അവൻ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവൻ ആലോചിക്കുന്നത് വേണോ വെട്ടണോ. കാരണം ഇവൻ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ കൊടുത്തിട്ടാണ് ഇതേപോലെ വേണമെന്ന് വെച്ചാൽ വെട്ടുന്നത്. അതിൽ ബാക്ക് ഫുള്ള് പറ്റയായിട്ടുള്ളത്. അപ്പോൾ ഇവനിങ്ങനെ ആലോചിക്കും ഇനിയിപ്പോൾ വെട്ടണോ ഇനിയിപ്പോൾ മാറ്റണോ അതൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവിടെ കയറി ഇരുന്ന് മുടി അത്ര വെട്ട് കഴിഞ്ഞിട്ടും എന്നോട് ചോദിക്കുന്നുണ്ട്, എടി ഇനി ഇത് വെട്ടണോ ഇനി അതിന് മാറ്റണോ. എൻ്റെ മുഖം കണ്ടിട്ട് വേണമെന്നുണ്ട് വേണ്ടാന്നുള്ള ഒരു രീതിയിൽ അവൻ എന്നെ നോക്കിയിട്ട് പോയി എന്നുള്ള രീതിയിൽ അവൻ ഇരിക്കുന്നത്. ലാസ്റ്റ് അവൻ്റെ അടുത്ത് ചോദിക്കേടി ഇത് ഇത്രയല്ലേ ആയിട്ടുള്ളൂ ഇനി നോക്കാം. ലാസ്റ്റ് ബായി എന്താക്കി പറ്റയാക്കി ഇത്രയാക്കി. ഇവൻ്റെ കഴുത്തിൽ ഞാൻ പണ്ടേ കത്തി വെക്കണം വിചാരിച്ചു. ഇവൻ്റെ സ്വഭാവത്തിന് കത്തി വെക്കില്ല, ഇവിടെ തല അങ്ങോട്ട് വെട്ടിയതാക്കണം. ഓ ഏതാ സുഡു ആക്കി വെച്ചിട്ടുണ്ട്. സുഡു ഒന്നും കൂടെ അങ്ങനെ ഞാനും അവനും കൂടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയിൽ കയറി. ഞങ്ങൾ പറഞ്ഞു എങ്ങനെ ഇരുന്നാലും എത്തിയിട്ടില്ലേ പോയാലും വഴക്കുണ്ടായിക്കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അമ്മേൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം അമ്മ എത്രയോ നാളെ ഇവൻ്റെ മുടി വെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ മൊത്തം പറ്റയാക്കിയതുകൊണ്ട് അമ്മേൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ മുമ്പിലിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചിരിച്ച് അപ്പം അത്രേ ഉള്ളൂ. ബായ്, പിന്നെ കാണാം.